നമുക്ക് ഒരുപാട് ആൾക്കാർ നമ്മളെ സഹായിക്കുന്നുണ്ട് ഈ യാത്രയ്ക്ക്. അപ്പൊ അതിലൊരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് സൈലം. അപ്പൊ അതിന്റെ ഡയറക്ടർ ലിജീഷ് കുമാർ നമുക്കൊപ്പം ചേരുന്നു. നമസ്കാരം ലിജീഷ്. കണ്ടിട്ട് കുറച്ച് ദിവസമായി. നടന്നാലോ? മോർണിംഗ് വാക്കൊക്കെ ഉണ്ടോ? അതോ കുറവാണ്, എന്നാലും ഉണ്ട്. ഞാൻ ഈ ലിജീഷിന്റെ ഒന്നിട്ട് പുസ്തകങ്ങളെ കുറിച്ച് കേട്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടി. അതൊരു പുസ്തകത്തിന്റെ ടൈറ്റിൽ കഞ്ചാവ് എന്നാണ്. ഇത് എന്ന് എഴുതിയാണ്? കഞ്ചാവ് എഴുതിയിട്ട് 2 വർഷമാവുന്നു. ഒറിജിനൽ കഞ്ചാവാണോ അതെന്തെങ്കിലും കഞ്ചാവാണോ? അല്ല, അത് കുറച്ചുകൂടെ മനുഷ്യനാണ് ലഹരി, നമ്മളെ ലഹരി പിടിപ്പിച്ച കുറെ മനുഷ്യരുടെ കഥയാണ് കഞ്ചാവിനകത്ത് പറയുന്നത്. നാം മനുഷ്യരിലേക്ക് കുറച്ചുകൂടെ മടങ്ങണം, മറ്റു ലഹരികളൊക്കെ ഒഴിവാക്കണം എന്ന് തന്നെയാണ്. മമ്മൂട്ടി ഫാനാണോ? മമ്മൂട്ടി ഫാൻ കൂടിയാണ്. മമ്മൂട്ടി കണ്ട് വളരുന്ന കടൽ, അങ്ങനെയാണോ? കണ്ട് പെരുകുന്ന കടൽ. കടന്ന് പെരുകും. മമ്മൂട്ടിയെ കുട്ടിക്കാലം മുതലേ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കണ്ട് മമ്മൂട്ടിയോടുള്ള ഇഷ്ടം ഇങ്ങനെ പെരുകി വരുന്നു എന്നർത്ഥത്തിലാണ് ആ പേര്. കഞ്ചാവ് പേരിട്ട പ്രശ്നമുണ്ടോ? ഇല്ല, അങ്ങനെയില്ല. അല്ല, കഞ്ചാവ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുട്ടിക്കാലം മുതലേ ലഹരിയുടെ പേരായി കഞ്ചാവിനെ കേൾക്കുന്നുണ്ട്. മാക്സിമം ലഹരി കഞ്ചാവ് ആ സമയത്തല്ലേ? അതെ. ഇപ്പോഴാണ് പുതിയ ലഹരിയുടെ പേരുകളൊക്കെ. അപ്പൊ അത്ര ദുർബലമായ ഒരു ചെടിയല്ല കഞ്ചാവ്. അതിനപ്പുറത്തേക്ക് നമുക്ക് ചേർത്ത് പിടിക്കാൻ മാത്രം വലുപ്പമുള്ള വലിയ മനുഷ്യരാണ് നമുക്ക് ലഹരിയായി തീരേണ്ടത് എന്നാണ് കഞ്ചാവെന്ന്. എന്തായാലും നമുക്ക് ഒരു സന്തോഷമുള്ള ഒരു കാര്യം, നമ്മുടെ ഈ 30 ദിവസം നീണ്ടുപോകുന്ന ഈ 14 ജില്ലകളിലുള്ള യാത്രയിൽ സൈലം നമ്മളെ പിന്തുണച്ചവരുടെ കൂട്ടത്തിൽ സൈലത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പൊ അതിനൊരു പ്രത്യേക നന്ദി. തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് സൈലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നാണ്. ഞങ്ങളുടെ ആദ്യത്തെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യാനും കോഴിക്കോട് ശ്രീകണ്ഠൻ സാർ തന്നെയാണ് വന്നത്. 4 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സൈലത്തിന് നിൽക്കാൻ കഴിയുന്നു. സൈലം എങ്ങനെ പോകുന്നു? അത് കാര്യം ഉദ്ഘാടനം ചെയ്ത സൈലത്തിന് എന്ത് സംഭവിച്ചോ അറിയണമല്ലോ. സൈലം ഗംഭീരമായി പോകുന്നു. ഇപ്പൊ ഈ ലഹരിയെക്കുറിച്ചും അതേപോലെ തന്നെ അക്രമത്തിനെ കുറിച്ചും ഒക്കെയുള്ള വലിയ ചർച്ച സൊസൈറ്റിയിൽ നിൽക്കുമ്പോൾ അതിനെതിരായി SKN40 ഒരു ക്യാമ്പയിനുമായി വരുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്തോഷം. സൊസൈറ്റി ഒരിക്കലും പരിഗണിക്കാത്ത, പിന്തള്ളി മാറ്റി നിർത്തിയ കുട്ടികളെ കുറെ കൂടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം, അവരെ ചേർത്ത് പിടിക്കണം, അവരുടെ പൊട്ടൻഷ്യലിനെ അഡ്രസ് ചെയ്യണം എന്നൊക്കെയായിരുന്നു തുടങ്ങുമ്പോൾ മുതലേ സൈലവും ആഗ്രഹിച്ചത്. അങ്ങനെ ഒരു വലിയ കുട്ടികൾ, അങ്ങനെ ഒരുപാടേറെ കുഞ്ഞുങ്ങൾ സൈലത്തിനൊപ്പം അന്നും ഇന്നും ഉണ്ട്. അവരെയെല്ലാം ഞങ്ങൾക്ക് കുറെ കൂടെ നല്ല വഴിയെ നടത്താൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാടേറെ പാരന്റൽ ഓഡിയൻസും സൈലത്തെ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുണ്ട്. സൈലത്തിൽ ഇപ്പൊ എല്ലാം കൂടി എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ടാവും? സൈലത്തിൽ ഓൺലൈനിലും നമ്മളുടെ ക്യാമ്പസിലുമായി 1-2 ലക്ഷം കുട്ടികൾ എല്ലാ വർഷവും പഠിച്ചു പോരുന്നുണ്ട്. മാത്രമല്ല 1-ാം ക്ലാസ് മുതൽ ഇങ്ങോട്ടേക്കുള്ള കുട്ടികൾക്കെല്ലാം ഫ്രീ കോച്ചിങ് കൊടുക്കുന്ന, യൂട്യൂബിലൂടെ ഫ്രീ കോച്ചിങ് കൊടുക്കുന്ന ആക്ടിവിറ്റി കൂടെ സൈലം പാരലായി ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലപ്പോഴും പല കാരണങ്ങളാൽ പഠനം സാധ്യമാവാതെ പോകുന്ന കുട്ടികളെ എല്ലാവരെയും പഠിപ്പിക്കണം. കേരളത്തിന്റെ അക്കാഡമിക് ലെവൽ ഉയർത്താൻ സൈലത്തിന്റെ കോൺട്രിബ്യൂഷൻ മാക്സിമം ഉണ്ടാവണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഒരു നീറ്റ് JEE പ്ലാറ്റ്ഫോമായി നിൽക്കുമ്പോഴും സൈലം ശ്രമിക്കുന്നത്. മാത്രമല്ല ഇക്കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ PSCയിലേക്കും കൊമേഴ്സിലേക്കും ഒക്കെ സൈലം വളർന്നു. കേരളം വിട്ട് തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും ഒക്കെ. തമിഴ്നാട്ടിൽ ഞങ്ങൾ പോയോ? 3 ക്യാമ്പസുകൾ തമിഴ്നാട്ടിലുണ്ട്. കോയമ്പത്തൂരും തൃച്ചിയിലും തിരുനെൽവേലിയിലും ക്യാമ്പസ് ഉണ്ട്. കർണാടകത്തിൽ മംഗലാപുരത്ത് ഈ വർഷം ക്യാമ്പസ് വരുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇത്രയധികം കുട്ടികൾ നിങ്ങളുടെ കൂടെ ചേർന്ന് സ്ഥിതിക്ക് ഈ ചെറിയ കുട്ടികളൊന്നും ഇത്തരം ഞങ്ങൾ യാത്രയിൽ മനസ്സിലായത് ഈ 4-ാം ക്ലാസ്സിൽ, അതായത് 9 വയസ്സുള്ള കുട്ടി പോലും MDMAക്ക് അഡിക്റ്റ് ആകുന്നു. അപ്പൊ ഈ കുട്ടികളൊന്നും ഇതിൽ പെട്ടുപോകാതിരിക്കാൻ സൈലം എന്ത് കരുതലാണ് സ്വീകരിക്കുന്നത്? ഒരുപക്ഷെ ക്യാമ്പസിൽ ആദ്യമായി കുട്ടികളുടെ ഇമോഷണൽ ഫ്ലക്ച്വേഷനുകൾ അഡ്രസ് ചെയ്യാൻ വേണ്ടി സൈക്കോളജിസ്റ്റുകളെ കൊണ്ടുവന്ന, അല്ലെങ്കിൽ അവർക്കൊപ്പം ഒരു പേഴ്സണൽ മെന്ററെ നിർത്തിയ ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ സൈലം ആയിരിക്കും. അപ്പൊ സൈലത്തിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും അക്കാഡമിക്സിന് അപ്പുറത്തേക്ക് അവരുടെ എല്ലാ ഇമോഷണൽ ഫ്ലക്ച്വേഷനെയും അഡ്രസ് ചെയ്യാവുന്ന രൂപത്തിൽ മെന്റർഷിപ്പും അതേപോലെ തന്നെ അവരുടെ സൈക്കോളജിക്കൽ പ്രോബ്ലങ്ങൾ അഡ്രസ് ചെയ്യാൻ പലപ്പോഴും സിംഗിൾ ചൈൽഡൊക്കെ ആയാണ് കുട്ടികൾ വീട്ടിനകത്ത് വളരുന്നത്. മാത്രമല്ല ഗ്രാൻഡ് പാരൻസ് ഒക്കെയാണ് പലപ്പോഴും വീട്ടിനകത്തുള്ളത്. അവർ തമ്മിലുള്ള ഏജ് ഡിഫറൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും കെയർ കിട്ടാതെ പോകുന്ന കുഞ്ഞുങ്ങളാണ് നമ്മളുടെ കുഞ്ഞുങ്ങളെല്ലാവരെയും. അവരെ മാക്സിമം കെയർ ചെയ്ത് നിർത്താനുള്ള ശ്രമം തന്നെയാണ് ക്യാമ്പസിനകത്തായാലും ഇനി ഈവൻ അവർ നമ്മളുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനകത്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിലും സൈലം ശ്രമിച്ചു പോരാറുള്ളത്. കെയറും കോൺഫിഡൻസും കൊടുത്ത് നമ്മളുടെ കുഞ്ഞുങ്ങളെ നേരെ നടത്താം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അക്കാഡമിക് പോളിസി. ചോദിക്കാമെന്നല്ലോ. അല്ലല്ല, ഞാൻ അദ്ദേഹം ഈ കഞ്ചാവ് എഴുതിയല്ലോ, നല്ല മനുഷ്യരെ കുറിച്ചാണ് താങ്കൾ എഴുതിയത്. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് ഈ കുട്ടികളെ നല്ല മനുഷ്യരാക്കി വളർത്താൻ നമുക്ക് പറ്റണമല്ലോ. അവര് അങ്ങനെയാണല്ലോ സമൂഹത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. സൈലം എന്തൊക്കെ ചെയ്യും അവർക്ക് അതിനുവേണ്ടി? അല്ല, തീർച്ചയായും കുട്ടികളുടെ അക്കാദമിക് നിലവാരം ഉയർത്താനുള്ള ആലോചനകൾ മാത്രമാണ് ഒരു കോമ്പറ്റേറ്റീവ്
എക്സാമിനേഷനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ എപ്പോഴും ചെയ്യാറുള്ളത്. ഇപ്പോൾ നീറ്റ് ജെഇയുടെ കോച്ചിങ് എന്നൊക്കെ പറയുന്നത് വളരെ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് അവരെ മാക്സിമം എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം നമ്മളുടെ മുമ്പിലുണ്ട്. അപ്പോഴും നമുക്ക് അവർക്ക് കൊടുക്കാൻ കഴിയാതെ പോകുന്നത് അവരുടെ ഒരു പ്രിയപ്പെട്ട ടീച്ചർ അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഒരാൾ എന്നൊരു ചേർന്ന് നിൽപ്പ് പലപ്പോഴും സ്ഥാപനങ്ങൾക്ക് കൊടുക്കാൻ കഴിയാറില്ല. ഞങ്ങൾക്ക് എപ്പോഴും പറയാനുള്ളത്, ഒരു രക്ഷിതാവ് കുട്ടിയെ ചേർത്ത് നിർത്തുന്ന പോലെ ഞങ്ങളുടെ കുട്ടികളെ ചേർത്ത് നിർത്താറുണ്ട്. ഒരുപക്ഷെ ആ പ്രായത്തിലുള്ള കുട്ടികളെ ഇപ്പോഴും ഞങ്ങൾ കെട്ടിപ്പിടിക്കാറുണ്ട്. ഞങ്ങളുടെ എല്ലാ ചേർത്ത് നിർപ്പിന്റെയും സുഖത്തിലാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹാഷ്മി, അപ്പൊ ഇനി അടുത്തൊരു പുസ്തകം എഴുതുകയാണ്. നമ്മൾ പോകുന്ന സ്ഥലങ്ങളൊക്കെ ഭീകരാവസ്ഥയാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അഡിക്റ്റായ കാര്യം ഒരു പുസ്തകം എഴുതി കഴിഞ്ഞാൽ അത് ഈ പറയുന്ന മാറായ കാലത്തെ കുറിച്ച് എഴുതുമെന്ന് ചോദിക്കുക. വല്ലാത്ത കാലമാണ്. നേരിട്ടേ പറ്റുള്ളൂ. തീർച്ചയായും ഞാനത് ശ്രമിക്കും. ലിജീഷ്, നമ്മുടെ ഈ സൈലത്തിലെ കുട്ടികളെ ക്ലോസ് ആയിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങൾ. മാത്രമല്ല നിങ്ങളുടെ പഠന രീതിയും അധ്യാപന രീതിയൊക്കെ ഒന്ന് വ്യത്യസ്തമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ ഈ കുട്ടികളെ മനസ്സിലാക്കിയിട്ട് ഒരു പുസ്തകം എഴുതിയാലോ? തീർച്ചയായും അല്ലേ? അങ്ങനെ ആയിക്കോട്ടെ. കുട്ടികളെ മനസ്സിലാക്കി തന്നെയാണ് എല്ലാ ദിവസവും. ഇപ്പൊ ഞാൻ മാത്രമല്ല, ഇപ്പൊ ഇവിടെ ഞാൻ നിൽക്കുന്ന കൂടെ അനന്തു നിൽക്കേണ്ടിയിരുന്നു. സൈലത്തിന്റെ മറ്റൊരു ഡയറക്ടർ അനന്തു ആണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരുടെയും സുഖമായിരിക്കുന്നു. അപ്പൊ അനന്തു ആയാലും ഞാനായാലും ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ പിന്നിൽ കൂടെ നിൽക്കുന്ന വലിയൊരു അക്കാഡമിക് ടീം സൈലത്തിലുണ്ട്. എല്ലാവരുടെയും ജീവിതം തന്നെ കുട്ടികളെ കുറിച്ച് എഴുതിയ പുസ്തകമാണ് സത്യത്തിൽ. അവരെല്ലാം രാപ്പകലുകൾ കുട്ടികൾക്കൊപ്പം തന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും പടർന്നോ? എല്ലാ ജില്ലകളിലേക്കും പടർന്നു കഴിഞ്ഞു. 14 ജില്ലകളിൽ. ഈ ലഹരി ആയതിനു ശേഷം നമ്മൾ ഈ പടർന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇതൊക്കെ അല്ലേ പടർന്നു വ്യാപിച്ചോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. എല്ലാ ജില്ലകളിലും നന്നായി പോകുന്നു, നല്ല ആക്ടിവിറ്റീവായി മുന്നോട്ട്. അല്ല, ഈ സാധാരണ ഇത്തരം ഒരുപാട് പഠന കേന്ദ്രങ്ങൾ കേരളത്തിലുണ്ടല്ലോ, അതിൽ നിന്ന് സൈലം എന്ത് വ്യത്യസ്ത അവകാശപ്പെടുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴും കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനുകൾക്കൊക്കെ പരിഗണന കിട്ടാറുള്ള കുട്ടികൾ സൊസൈറ്റി എപ്പോഴും അപ്പർ ക്ലാസ്സായി മാറ്റി നിർത്തിയ ഇതിനു മുമ്പുള്ള അക്കാഡമിക് റിസൾട്ടുകളുടെ എല്ലാം ബലത്തിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്ന കുട്ടികൾ മാത്രമാണ് മുന്നോട്ടേക്ക് പോകാൻ പലപ്പോഴും സാധ്യതകൾ ഉണ്ടായിരുന്ന കുട്ടികൾ. അതിനു പകരം മാർക്ക് കുറഞ്ഞവർ, ബാക്ക് ബെഞ്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തിയ ഒരു വലിയ വിഭാഗം കുട്ടികൾ കേരളത്തിലുണ്ട്. അവരാണ് പലപ്പോഴും വലിയ റിസൾട്ടുകൾ ഉണ്ടാക്കാൻ കഴിയാതെ പോവുകയും പരിഗണന കിട്ടാതെ പോവുകയും ചെയ്ത് ഇത്തരം കുഴപ്പങ്ങളിലേക്കൊക്കെ പലപ്പോഴും മാറിപ്പോയ ചരിത്രം നമ്മൾ കണ്ടിട്ടുള്ളത്. സൈലത്തിന് എടുത്തു പറയാനുള്ളത്, ഞങ്ങളുടെ കഴിഞ്ഞ 5 വർഷത്തെ യാത്രക്കിടയിൽ സൈലത്തിൽ നിന്ന് റിസൾട്ട് ഉണ്ടാക്കിപ്പോയ കുട്ടികളെല്ലാവരും ചെറിയ മാർക്കുമായി സൈലത്തിലേക്ക് കയറി വരികയും പലപ്പോഴും മാറ്റി നിർത്തപ്പെട്ട കുട്ടികളൊക്കെയാണ് സൈലത്തിലേക്ക് വന്നത്. അതുകൊണ്ട് സൈലം ആർക്ക് വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ സൊസൈറ്റി ഇന്നോളം പരിഗണിക്കാത്ത കുട്ടികൾക്ക് വേണ്ടിയാണ് സൈലം എന്ന് പറയുന്നത്. അത് ഗംഭീരമായിട്ടുണ്ടല്ലോ. നമുക്കൊരു സാധ്യതയുണ്ട് സൈലത്തിൽ, അല്ലേ? വളരെ സന്തോഷം. വലിയൊരു ഉദ്യമത്തിലല്ല. അപ്പൊ ഇനിയിപ്പോ ഒരു ക്ഷണമുണ്ട്. നമുക്ക് 20-ാം തീയതി അവിടെ ഉണ്ടാവണം. നമ്മുടെ ഈ കോഴിക്കോട്, നമ്മുടെ ഈ കടപ്പുറത്ത് തന്നെ, അല്ലേ? ഈ കടപ്പുറത്ത് ഈ കടലിങ്ങനെ അടിച്ചു കയറുമ്പോ നമ്മൾ വേറെ ഇതിൽ അടിച്ചു കയറും. 14 ജില്ലകളിലേക്ക് പോകുമ്പോഴും സൈലത്തിന്റെ കോഴിക്കോടെന്നാണ് ഞങ്ങൾ കോഴിക്കോട് സ്വയം വിളിക്കാറുള്ളത്. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്ന് സമാപിപ്പിക്കുന്നു ഈ യാത്ര എന്നൊരു വലിയ സന്തോഷമുണ്ട്. കാരണം രാവിലെ മുതലേ വലിയ ആൾക്കൂട്ടമാണ് ഈ ഒരുപാട് ആൾക്കാരുണ്ട് നിൽക്കുന്നത്. അപ്പൊ ഗംഭീര വിജയം. താങ്ക് യു ലിജീഷ് കുമാർ. താങ്ക് യു. ഡോക്ടർ അനന്തിനോട് പറയൂ. ഓക്കെ, താങ്ക് യു.